Hi, hello, welcome to Tech PSC for another session. So I'll be discussing some very few remaining portions to be taught as per your request. So I think without a kind introduction, we'll move on to the class. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഒരു ഏരിയാസ് ആണ്. ദാറ്റ് ഇസ് ദ ബേസിക് ഏരിയാസ് ഓഫ് അക്കൗണ്ടിങ്. ഹോപ്പ് ഐ എം ഓഡിബിൾ ടു യു ഓൾ. If it is audible, could you please post a thumbs up or else please respond through your chat box. Okay, yeah, audible. Any kind of technical error, please do message me, okay? So, starting off with the very first question. What do you understand by gap? Gap endana ennalladana oru topic vannada. So, gap is nothing but, it can be either asked for 5-mark question. ചുമ്മാ എന്താ പറയുക, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്യാപ്പ് എന്ന ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ വെറുതെ ഒരു പെർട്ടിക്കുലർ ഇത് തന്നിട്ട് എക്സ്പ്ലെയിൻ എന്ന് തന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ 3 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ഒരു പക്ഷേ ഗ്യാപ്പ് ആയിരിക്കാം, ചിലപ്പോൾ IFRS ആയിരിക്കാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അപ്പൊ പ്രിസ്ക്രൈബ്ലി എടുത്തു പറയാൻ പറ്റില്ല ഇന്ന ചോദ്യം ചോദിക്കുമെന്ന്. ദീസ് ഏരിയാസ് ആർ ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒരു ബേസിക് എന്താ പറയുക, ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബേസിക് ഏരിയാസ് അറിഞ്ഞിരിക്കണം. അതിൽ വരുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഗ്യാപ്പ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ റീസെന്റ് ആയിട്ട് റീസെന്റ് എന്ന് വെച്ചാൽ ഒരു 10 വർഷം ഡെവലപ്പ് ചെയ്ത IFRS എന്ന് പറയുന്ന ഐറ്റം. സോ ദോസ് ടോപ്പിക്സ് വിൽ ബി ഡിസ്കസ്ഡ്. So GAP, what it is? GAP in the full form, Generally Accepted Accounting Principles എന്നാണ്. As accounting എന്ന് പറയുന്നത്, it is a language of business. അതുപോലെ അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്, അല്ലെങ്കിൽ പ്രോഗ്രാം ഓർ പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, എനി കൈൻഡ് ഓഫ് ഇക്വേഷൻസ് ഓർ പ്രിൻസിപ്പിൾസ്, ഇതാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. It is frequently revised by FASB board, that is Financial Accounting Standard Board and Governmental Accounting Standards. And these principles, ഇവരെന്താ ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇവരെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവരെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിംഗിൽ ഫർദർ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ചെയ്യുന്നത്. അത് either it can be the preparation of financial statements such as trading account or profit and loss account or balance sheet or any other accounts which is related to your ledger accounts ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗിൽ വരുന്നതായിക്കോട്ടെ. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ നിന്നാണ് നമുക്ക് ഓരോ ഈ പറയുന്ന പോലെ പ്രിൻസിപ്പിൾസ് വരുന്നത്. അത് ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി നോ ദ സച്ച് കൺസെപ്റ്റ്സ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാച്ചിങ് കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നേഷൻ, അല്ലെ? അപ്പൊ അതൊക്കെ ബേസിക് വരുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ജേർണലിൽ എങ്ങനെയാണ് റൂൾസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ടു write your journal or how to prepare, how to post in your ledger, അവിടെ നിന്ന് ട്രയൽ ബാലൻസിൽ നിന്ന് എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ഫൈനലി എ ബാലൻസ് ഷീറ്റ്, അല്ലെ? അപ്പൊ ഇത് കമ്പനി അക്കൗണ്ട്സിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അടിസ്ഥാനമായിട്ട്. അതുകൊണ്ട് തന്നെ such principle always ensure that consistency, accuracy and transparency in financial reporting across various industries in United States എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളാണ്, ഇന്ത്യയാണ് കേട്ടോ. US വന്നതാണ് ഇടയിൽ എങ്ങനെ. സോ ഓൾ ദി അതായത് ഇൻഡസ്ട്രി, നമ്മുടെ ഇന്ത്യയിലെ അണ്ടർടേക്കിങ്സ് എല്ലാം തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയല്ലേ, എവിടെ വെച്ചാണോ എന്നാണോ തുടങ്ങിയത് അന്ന് തൊട്ട് ഈ സാധനം കൺസിസ്റ്റന്റ് ആണ്, മാറിയിട്ടില്ല. അൺലെസ് ആൻഡ് അൺടിൽ IFRS came. IFRS വരെയും എന്താണ്, ഇപ്പോഴും നമ്മുടെ കമ്പനികൾ IFRS എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. when it is this Indian companies are concerned. അപ്പൊ അവർക്കെന്നും പറഞ്ഞ് വേറെ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് നമുക്ക് വരുമ്പോ പറയാം. പക്ഷെ ഞാൻ പറയാണ്, ഇപ്പോഴും ഇന്ത്യൻ കമ്പനീസ് കൂടുതലും എന്താണ്, അവര് IFRS വരുന്നത് വരെയും ദേ ഫോളോഡ് എ വെരി കൺസിസ്റ്റന്റ് സോഴ്സ് ഓഫ് പ്രൊസീജിയേഴ്സ്. അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഇത്രയും കാലം പഠിച്ചു വന്നതും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും അങ്ങനെ തന്നെയാണ്. ആൻഡ് ട്രാൻസ്പാരന്റ് ഇൻഫർമേഷൻ ദേ ക്യാൻ ബി ഗിവൻ ടു ദ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആർക്കൊക്കെയാണോ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ളത് അത് വളരെ വ്യക്തമായിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുക്കുന്ന രീതിയിലേക്ക്
കൊണ്ട് എത്തിക്കുകയാണ് ഏത് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ പബ്ലിക് കമ്പനീസ് മസ്റ്റ് ഫോളോ ഗ്യാപ്പ് whenever they are preparing their financial statements, which is also widely used in your government accounting. ഗവൺമെന്റ് കമ്പനീസ് എല്ലാം തന്നെ എന്തായിരിക്കും ഫോളോ ചെയ്യുന്ന ഗ്യാപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. And the goal of GAP is to ensure that a company's financial statements are complete, consistent and comparable to the past years. അപ്പം കഴിഞ്ഞ വർഷം ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരുന്നു, നെറ്റ് പ്രോഫിറ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ വാട്ട് വാസ് എ ഫിനാൻഷ്യൽ പൊസിഷൻ, അത് കറന്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, പാസ്റ്റ് ഇയറിലെ ഡേറ്റ വേണം. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ സാധനം തന്നെ യൂസ് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് തന്നെ ഓൾറെഡി യു ഹാവ് ദെയർ ഇൻ യുവർ പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ഒരു കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ പറയുന്നുണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കുമ്പോൾ യു ഹാവ് ബേസിക്കലി യു ഹാവ് ഗോട്ട് 2 മെത്തേഡ്സ് അല്ലെ. ആനുവിറ്റിയും സിങ്കിങ് ഫണ്ടൊക്കെ അവിടെ നിന്നോട്ടെ, ബേസിക്കലി നിങ്ങൾ പഠിക്കുമ്പോൾ 2 പഠിക്കും. എന്താ അത്? എനിവൺ നോസ്? ലൈവ് ഉള്ളതുകൊണ്ടാണ്. Anyone knows the basic 2 methods of following depreciation? Introvert method and ഒന്നുകൂടെ ഉറക്കെ പറയോ? straight line method and written down value method. റിട്ടൺ ഡൗൺ വാല്യൂ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ഈ 2 സാധനങ്ങൾ, അപ്പൊ ഈ 2 സാധനം എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കമ്പനി എ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അണ്ടിൽ അവരുടെ ആർട്ടിക്കിൾസോ മെമ്മറാൻഡോ അനുവദിക്കുന്നത് വരെയും കൺസിസ്റ്റന്റ് ആയിട്ട് അത് എല്ലാ വർഷവും ഇത് തന്നെ യൂസ് ചെയ്യണം എന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തുടക്കം തൊട്ട് റിട്ടൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിപ്പോ ഡിപ്രീസിയേഷൻ മാത്രം പറഞ്ഞതാ. ഇവൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. അവിടെയും ഇതിന്റെ എന്താണ് കൺസിസ്റ്റൻസി. ഇപ്പൊ ഒരു സാധനം കംപ്ലീറ്റ് ആവണമെങ്കിൽ you need to be very consistent and you need to be compare all your past years with your current year data. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു അത് വെച്ചോ എപ്പോഴും എന്ത് ചെയ്യണം, കറന്റ് ഇയറുമായിട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സാധ്യമാക്കി തരുന്നത് ഇറ്റ് ഇസ് ത്രൂ യുവർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഇസ് ത്രൂ യുവർ ഗ്യാപ്, ത്രൂ യുവർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ത്രൂ ദ പ്രൊസീജിയേഴ്സ് വിച്ച് ആർ ഫോളോഡ് ബൈ യു. നിങ്ങൾ ഒരിക്കലും മറ്റൊരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എ എന്ന് പറയുന്ന കമ്പനി പാസ്റ്റ് ഇയേഴ്സുമായിട്ട് മെഷർ ചെയ്താൽ മതി, അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തിയാൽ മതി. സി അതിനെ സഹായിക്കുന്നു. ആൻഡ് ദേ അലൗ ഇൻവെസ്റ്റേഴ്സ് ടു അനലൈസ് ആൻഡ് എക്സ്ട്രാക്ട് വെരി എസെൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രം യുവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അവരവർക്ക് ആവശ്യമുള്ള കുറെ ആൾക്കാരുണ്ട്, അവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയിൽ തൽപര കക്ഷികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തൽപര കക്ഷികൾ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് എ ഫേം. അപ്പൊ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഹോൾഡർ ആണ്, ഗവൺമെന്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ്, ജനറൽ പബ്ലിക് ഇസ് എ സ്റ്റേക്ക് ഹോൾഡർ, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇവരെല്ലാം ആ ഒരു ഫേമിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സോ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സുതാര്യമായ ഒരു രീതിയിലേക്ക് ഫേം റൺ ചെയ്യണം. അങ്ങനെ എല്ലാവരും ചെയ്യുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ ബേസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. യു ഹാവ് ടു പ്രൊവൈഡ് ട്രാൻസ്പാരന്റ് ഇൻഫർമേഷൻ ടു ദ വേരിയൽ. എല്ലാവർക്കും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് മാത്രം പബ്ലിഷ് ചെയ്താൽ മതി. ആൻഡ് ഇറ്റ് ഓൾസോ facilitates a comparison of financial information across different companies. That is on the other part. നമ്മൾ ഈ ഫോബ്സിന്റെ മാഗസിനൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി പേര് പട്ടികയിൽ കാണും. അതൊരു കമ്പാരിസന്റെ ഭാഗമാണ്. കേരളത്തിൽ നിന്ന് ഇത്ര പേര് ആദ്യം ഇടം നേടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഇടം നേടി. അത് എന്താണ്, പല കമ്പനികളുടെ കമ്പാരിസൺ നിന്നാണ്, പല ആൾക്കാരുടെ നെറ്റ്വർത്ത് വെച്ചിട്ടാണ് അതിൽ വരുന്നത്. അപ്പൊ ആദ്യം സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. ആ സ്വയം വിലയിരുത്തുമ്പോൾ സ്വന്തമായി ഉള്ള ഒരു കമ്പനി ദേ ഹാവ് ടു മെഷർ ദെയർ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ദാറ്റ് കംസ് അണ്ടർ അഗൈൻ അത് എന്ത് വെച്ചേ നടക്കുള്ളൂ, ഗ്യാപ്പ് വെച്ച് നടക്കും. അപ്പൊ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൂൾസ് ഓർ പ്രൊസീജിയേഴ്സ് ഓർ സ്റ്റാൻഡേർഡ്സ് വിച്ച് ഇസ് ഇഷ്യൂഡ് ബൈ FASB. ഇതുപോലെ ഒരെണ്ണമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ശരിയാ, നമുക്ക് അതിലേക്ക് വരുമ്പോ പറയാം. Then why is gap important? Why is gap important means it is crucial for maintaining trust in the financial market. Without gap, investors might be more reluctant to trust the information. Insider trading ഒക്കെ ഷെയർ മാർക്കറ്റിൽ വിലസുന്ന സമയം, അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് കൂടുതലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസിലൊക്കെ
ഏറ്റവും കൂടുതൽ അവർ നമ്പുന്നത് ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇത് തന്നെയല്ലേ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, വെരി ഗുഡ് എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങൾ തന്നെ എന്നെ വിശ്വസിച്ചാണ് ഇപ്പൊ തൊട്ട് മുന്നിൽ ഇരിക്കുന്നത് അല്ലെ. ഞാൻ തരുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ അധ്യാപകർ തരുന്ന ഒരു ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ നിൽക്കുന്നത്. വി ചൂസ് എ ട്രസ്റ്റ് ബിറ്റ്വീൻ ഓർ എമംഗ് അസ്. സത്യമല്ലേ? അപ്പോ ദിസ് ക്ലാസ് ഇസ് മച്ച് ഇമ്പോർട്ടന്റ് ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ തമ്മിലുള്ള, ഞാൻ തരുന്ന ഇൻഫർമേഷൻ എത്രത്തോളം വാലിഡ് ആണോ ഒത്തന്റിക്കേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ തരാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ ആ പോപ്പ ഇൻഫർമേഷൻ എടുത്ത് എനിക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വെച്ചേക്കോ എന്നെ? ഇല്ല. അപ്പൊ സച്ച് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് എ ട്രസ്റ്റ് അമംഗ് അസ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ആ വിമുഖത അങ്ങ് മാറിക്കിട്ടും. ഇപ്പൊ ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾ ഒരു പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. കാരണം എന്താ, നിങ്ങൾ മാക്സിമം എൻ്റെ ഇൻഫർമേഷൻ ലൂട്ട് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഇസ് ടു ഇൻ എ പോസിറ്റീവ് മാനർ. അപ്പോൾ നമ്മൾ തമ്മിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയപ്പോ അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ് അല്ലെ. എന്നെ നമ്പുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഇൻഫർമേഷൻ വാലിഡ് ആണെങ്കിൽ, ഞാനെന്ന് പറയുന്ന ഒരു കമ്പനി തരുന്ന ഇൻഫർമേഷൻ വാലിഡ് ആണെന്ന് ഇൻവെസ്റ്റേഴ്സിന് തോന്നിയാൽ ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അവർ പിന്നെ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഷെയർ ഹോൾഡേഴ്സ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എവിടെ നിന്ന്? കമ്പനി കൊടുക്കുന്ന ഇൻഫർമേഷൻ ചുമ്മാ അങ്ങ് വരികയല്ലല്ലോ. ദാറ്റ് ഇസ് ത്രൂ യുവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഫോളോഡ് ദീസ് പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ ഗ്യാപ്പിന്റെ അടിസ്ഥാനമാക്കി അവർ തുടങ്ങി വെച്ച പ്രിൻസിപ്പിൾസിന്റെ പ്രൊസീജിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ദേ ഹാവ് പ്രിപ്പയർഡ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെ ഓരോ കമ്പനിക്കും ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ടാണ് ചില കമ്പനീസ്, നിങ്ങൾ ഇപ്പൊ ഷെയർ മാർക്കറ്റിലൊക്കെ പോയാൽ അറിയാം, ഷെയർ പ്രൈസ് ഒക്കെ ഏറ്റവും താഴോട്ട് വരുന്നത്. അത് വലിയ എന്താ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ചില ആൾക്കാരുടെ ഏറ്റവും മുകളിൽ ഭയങ്കര ഷെയർ പ്രൈസ്, ഭയങ്കര വാല്യൂ കൂടുതലായിട്ട് കിടക്കും. അത് ഇൻവെസ്റ്റേഴ്സിന് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അത്രമേൽ ഷെയർ ഹോൾഡേഴ്സ് അവിടെ ഉണ്ടെന്ന് അർത്ഥം. So without trust, only fewer transactions and higher transaction cost could result. Transactions നടക്കില്ല അല്ലെ. Ultimately you are weakening the Indian economy. GAAP also helps investors to analyze companies by making it easier to perform apple to apple comparison between one company and another. That only GAAP is helping to. അങ്ങനെ ഒരു കമ്പാരിസൺ, ഇന്റർഫോം കമ്പാരിസൺ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രാഫോം കമ്പാരിസൺ ഉണ്ട്, സ്വയം അങ്ങ് ചെയ്യാം സ്വന്തമായിട്ട്. സെൽഫ് കമ്പാരിസൺ ആണ് ഇൻട്രാഫോം കമ്പാരിസൺ. വാട്ട് ഈസ് ഇന്റർഫോം കമ്പാരിസൺ? അതിനും ഏത് സാധ്യമാക്കുന്നു? ഗ്യാപ്പ് ആണ് സാധ്യമാക്കുന്നത്. അതിനെയാണ് ആപ്പിൾസ് ടു ആപ്പിൾ കമ്പാരിസൺ എന്ന് പ്രോവർബിൽ പറയുന്നത്. പ്രോവർബാണത്. ആപ്പിൾസ് ടു ആപ്പിൾ മീൻസ് അതേ ഇൻഡസ്ട്രിയിലുള്ള രണ്ട് ഫേമുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഇസ് ത്രൂ ദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, വെദർ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ കമ്പനി ഈസ് ഫിനാൻഷ്യലി സൗണ്ട് എന്നുള്ളതൊക്കെ ത്രൂ ചെയ്താണ് ഈ പറഞ്ഞ കൺസിസ്റ്റന്റ് അനാലിസിസിൽ കൂടെ നടക്കുന്നത്. എല്ലാ വർഷവും ചെയ്തു പോകുന്നു. ആദ്യം, ഞാൻ ഇപ്പോഴും പറയുന്നു, ആദ്യം സ്വയം അനലൈസ് ചെയ്യാം. സ്വന്തം ഫേം അനലൈസ് ചെയ്ത ശേഷം മാത്രം അപ്പുറത്തേക്ക് പോകാം. സ്വന്തം അനലൈസ് ചെയ്യുമ്പോൾ പാസ്റ്റ് ഇയർ കമ്പാരിസൺ നടത്തണം എന്നുള്ളതേ ഉള്ളൂ. Okay, this is how gap is important. So I think you have understood what is gap and what is the importance of gap. Any doubt? Can I proceed? If there is no doubt, could you please post a thumbs up or do you trust me in the information? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സെറ്റ് ആണ്, സംശയമൊന്നും ഇല്ലല്ലോ. ശരി, അപ്പം അടുത്തതിലേക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ അഗൈൻ ഈ ഗ്യാപ്പ് പോലെ തന്നെയാണ്. ഗ്യാപ്പിന് വരുന്ന ഒരു റിട്ടൺ പോളിസി ഡോക്യുമെന്റ്സ് ആണ്. റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഏറ്റവും വലിയ ഫീച്ചർ ആണ് റിട്ടൺ പോളിസി ഡോക്യുമെന്റ്സ്. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ആൻഡ് the rules and guidelines issued by expert accounting bodies, governments or regulatory authorities which establish a uniform, consistent, transparent rules for the recognition, measurement, presentation and disclosure of financial transactions in financial. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് തന്നിരിക്കുന്ന ട്രേഡിംഗ്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അകത്ത് തന്നിരിക്കുന്ന ഐറ്റത്തിന് you have to recognize whether it is income or expense. ട്രേഡിംഗ് അക്കൗണ്ടിൽ അകത്ത് തന്നിരിക്കുന്ന പർച്ചേസ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ അത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ?
എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? യു ഹാവ് ഗോട്ട് എ പോളിസി, ഡാഷ് ഓൾ എക്സ്പെൻസസ്. നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു കയ്യിൽ കിട്ടിയാൽ യു ഹാവ് ടു റെക്കഗ്നൈസ്, യു ഹാവ് ടു മെഷർ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, പർച്ചേസ് എന്ന് കാണുമ്പോൾ ആ എക്സ്പെൻസസിനെ അങ്ങ് ഡെബിറ്റ് ചെയ്യാം. എക്സ്പെൻസ് ആണ്, സോ ഇറ്റ് ഹാസ് ടു ബി ഡെബിറ്റഡ്. മെഷർ ചെയ്യുക, അത് അതുപോലെ പ്രസന്റ് ചെയ്യുക. വരച്ച് നമ്മൾ ചെയ്യുന്നില്ലേ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെയാണ്. പ്രസന്റ് ചെയ്യുക ആൻഡ് ഡിസ്ക്ലോസിങ് ഓൾ യുവർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇങ്ങനെ അതേ പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് പോളിസി ഡോക്യുമെന്റ്സിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാപ്പും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. So it is issued by an expert accounting body or by government or any other regulatory body. They are in the nature of a structural framework. അതിനൊരു ഓർഡർ ഉണ്ട് എല്ലാത്തിനും. അതുകൊണ്ട് ആദ്യമേ എന്താ നിങ്ങൾ ബാലൻസ് ഷീറ്റ് ചെയ്യാത്ത? പറ്റില്ല. അല്ലെങ്കിൽ ആദ്യമേ കയറി ലെഡ്ജർ പോസ്റ്റ് ചെയ്യാത്ത എന്താ? ഈ സ്ട്രക്ചർ ആരാ ഉണ്ടാക്കിയേ? ദൈവത്തിനറിയാം ആരാ ഉണ്ടാക്കിയേ. ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയത് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലാണ്. പ്രൈം എൻട്രി ബുക്ക് എന്ന് പറയുന്നില്ലേ നിങ്ങൾ, പ്രൈം ബുക്ക് ഓഫ് എൻട്രി എന്ന് പറയുന്നത് എന്തിനെയാ? വിച്ച് ഇസ് നോൺ ആസ് പ്രൈം ബുക്ക് ഓഫ് എൻട്രി? someone is trying to speak. ജേണൽ. ജേണൽ. എന്തിനാ നമ്മൾ ജേണൽ വെച്ച് തുടങ്ങണം നിർബന്ധം പിടിക്കുന്ന? എന്തിനാ? പ്ലസ് വണ്ണില് പ്ലസ് വൺ കൊമേഴ്സിൽ പറയുന്നുണ്ടല്ലോ, എന്തിനാ വൈ യു ആർ സ്റ്റാർട്ടിങ് വിത്ത് യുവർ ജേണൽ? ബിക്കോസ് ഇറ്റ് ഇസ് എ സ്ട്രക്ചർ. ജേണൽ ട്രാൻസാക്ഷൻസ് എഴുതി അത് ക്രോണോളജിക്കൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാം, ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ലെഡ്ജർ കഴിഞ്ഞ് അതിൽ നിന്നാണ് ലെഡ്ജർ ബാലൻസസ് എടുത്ത് യു ആർ പ്രിപ്പയറിംഗ് യുവർ ട്രയൽ ബാലൻസ്. And from there only you can prepare or start preparing your trading account, P&L account, balance sheet. കാരണം ഇവ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് വേണം നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റുള്ളൂ, P&L തുടങ്ങാൻ പറ്റൂ. P&L റിസൾട്ടന്റ് ഫിഗർ ആയ നെറ്റ് പ്രോഫിറ്റിൽ നിന്നേ ബാലൻസ് ഷീറ്റ്, കാരണം ബാലൻസ് ഷീറ്റിൽ ഒരു അക്കം നെറ്റ് പ്രോഫിറ്റാ വിച്ച് ഇസ് ആഡഡ് ഇൻ യുവർ ക്യാപിറ്റൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? So there is a structural format or a framework within which the credible financial statements can be prepared. And it is a view in which you have to harmonize different accounting policy and practices. ഒരുപാട് കമ്പനികൾ ഒരു പല പോളിസീസ് ഫോളോ ചെയ്ത വൃത്തി, അതിനാണല്ലോ യൂണിഫോമിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെ? നമ്മൾ സ്കൂളിൽ യൂണിഫോം ഇടുന്ന എന്തിനാ? കോളേജിൽ യൂണിഫോം ഇടുന്ന എന്തിനാ? സ്കൂളായിരിക്കും കുറച്ചും കൂടി ഫീസിബിൾ. എല്ലാവരും ഒരുപോലെ അളവാനാണ് അല്ലെ? അപ്പൊ ഒരു അക്കൗണ്ടിങ് പോളിസി പ്രാക്ടീസസ് ഫോളോ ചെയ്യുമ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് ഇന്ത്യക്ക് ഇഷ്ടം. ആരും ഇടയ്ക്ക് വന്നാണ് ഇടങ്കോലിട്ടാണ് IFRS വന്നത്. അപ്പൊ അതുവരെ വളരെ സമാധാനത്തിൽ യൂണിഫോം ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധനമാണ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. വിത്ത് ഡിഫറെന്റ് കമ്പനീസ് ഫോളോ ചെയ്യുന്നതും ഒരേ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. എന്ത് രസമായിരിക്കും അല്ലേ കാണാൻ ഇന്ത്യ ഒട്ടാകെ. സോ such accounting standards and objective എന്ന് പറയുന്നതും എന്താണ്? reduce the accounting alternatives in preparation of financial statements. Have you ever seen that trading account തുടങ്ങുന്നത് വേജസ് വെച്ചാണെന്ന് ഏതെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പർച്ചേസ് വെച്ചാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ സാധാരണ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണ്ട, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്ക്. ഫിനാൻസിങ് ആക്ടിവിറ്റി വെച്ചാണോ ക്യാഷ് ഫ്ലോ തുടങ്ങുന്നത്? അല്ല. അതിന് പോലും അങ്ങനെയുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് പോലും ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഉണ്ട്. അവർ ഓൾട്ടർനേറ്റീവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റപ്പ് ചെയ്തത് തന്നെ within the bounds of the rationality, and it ensures the comparability of financial statements of different enterprises with a view to provide a very meaningful information to the stakeholders. എനിക്ക് തോന്നുന്നു ആകെ ബാലൻസ് ഷീറ്റിൽ മാത്രമുണ്ട് നമ്മൾ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസും ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റും. പക്ഷെ അതിന് വരെ വാലിഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇഫ് യു ആർ ഫോളോയിങ് ഓർഡർ ഓഫ് പെർമനൻസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്.
അല്ലെങ്കിൽ ഇൻ ദ ഓർഡർ ഓഫ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഉള്ളതാണ് ഇതിലെല്ലാം. ലിക്വിഡിറ്റിയിലാണ് നിങ്ങൾ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നെങ്കിൽ അതിന് അതിൻ്റെതായ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. വേറെ എന്തിനെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടോന്ന്? എല്ലാവരും ഒരുപോലെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, so there is a uniformity in your accounting practices. There is no any other alternative. That is only because of accounting standards. And such accounting standards describe accounting principles and the method of applying these principles. കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് കൺസെപ്റ്റ് ആയിക്കോട്ടെ, അല്ലെ, ഡുവൽ കൺസെപ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഏതിലുണ്ട്? ഈ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ അകത്തുണ്ട്. പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസിലുണ്ട്. ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സോ ദാറ്റ് ദേ ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ വിച്ച് ലീഡ്സ് ടു ഗ്രേറ്റർ ട്രാൻസ്പാരൻസി ആൻഡ് മാർക്കറ്റ് ഡിസിപ്ലിൻ. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ഒട്ടാതെ ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു വൃത്തിക്ക് ഫോളോ ചെയ്ത് വരുന്ന കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കൺവെൻഷൻസ് ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്. Okay, so this is what is called as accounting standards. And the importance and scope of accounting standard is that you have got a uniformity, consistent ആയിട്ട് ഫോളോ ചെയ്യുന്ന, എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യുന്ന രീതിയുണ്ട്. There is a standardized structure allowing for easier comparison. ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, മറ്റു കമ്പനി അങ്ങനെയാണ് ചെയ്തത്, അപ്പൊ തന്നെ അവിടെ കയ്യിൽ നിന്ന് പോയി. എല്ലാവരും ഒരുപോലെ ചെയ്തു വരണം, അപ്പൊ കമ്പാരിസൺ കുറച്ചും കൂടെ ഈസിയർ ആണ്. Second one, transparency and reliability. So by reducing subjectivity, they ensure that financial statements present a very true and fair position, where boosting investor trust and confidence. അപ്പൊ എന്താ പറയുക, ആവശ്യമുള്ള ഇൻഫർമേഷൻ വളരെ സുതാര്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ, ഒത്തന്റിക് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇൻഫർമേഷൻ തന്നാൽ how will you behave? ഒരാളൊരു കള്ള ഇൻഫർമേഷൻ തരുന്നു, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറെ കഴിയുമ്പോൾ അത് ഫേക്ക് ഇൻഫർമേഷൻ ആണെന്ന്. പക്ഷെ ഇപ്പുറത്തെ ഒരാൾ ട്രസ്റ്റബിൾ ഇൻഫർമേഷൻ തരുന്നു. See, this is the very same situation we are facing in social media. ഏത് വിശ്വസിക്കണം, ഏത് ട്രസ്റ്റ് ചെയ്യണം എന്നറിയില്ല, അല്ലെ? സോ അത് തന്നെ നിങ്ങളൊന്ന് കമ്പനിയുടെ ഭാഗത്തൊന്ന് ആലോചിക്കും, ഏത് കമ്പനിയാണ് സത്യമായിട്ടുള്ള കാര്യം തരുന്നതെന്ന് അറിയില്ല. പക്ഷെ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഫോളോ യൂണിഫോം കോഡ് പ്രാക്ടീസസ് ആണെങ്കിൽ ദേ ക്യാൻ ഗിവ് ഒരു ലിമിറ്റ് വരെ അവർ സത്യമായിട്ടുള്ള ഇതായിരിക്കും തരുന്നത്. ചില ആൾക്കാർ ബോഗസ് ആയിട്ട് കാണിക്കാറുണ്ട്, ഇല്ലാത്തത് ഉള്ളതായിട്ട് അങ്ങ് കാണിക്കും. വിൻഡോ ഡ്രസ്സിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറ്റും. പക്ഷെ ഇൻവെസ്റ്റേഴ്സിന്റെ കണ്ണില് ഒത്തിരി കാലം അത് പൊടിയിടാനൊന്നും പറ്റൂല. അതുകൊണ്ട് 90% എന്താണ്, they have to provide reliable information and reduction of fraud. കാരണം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതൊക്കെ എന്തുവാണ്? ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മൊത്തം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ്, അല്ല, അക്കൗണ്ടിങ് റൂൾസ് ആണത്. അപ്പൊ അവിടെ എല്ലാവരും ഇതെല്ലാം ചെയ്യാൻ പറ്റും, എല്ലാവർക്കും. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ അതിനെയാണ് നമ്മൾ എറർ എന്നും പറഞ്ഞ് പഠിക്കുന്നുണ്ട്, അല്ലെ? കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതും പഠിക്കുന്നുണ്ട്. അപ്പൊ ഫ്രോഡ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ട്രാൻസാക്ഷൻസ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പറയാം ബാലൻസ് ഷീറ്റ് ടാലി ആക്കാൻ പണ്ടെങ്ങാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ടാലി ആവുന്നില്ല, ഉടനെ ആക്കി വെക്കും. പെട്ടെന്ന് അധ്യാപകർ അത് കണ്ടുപിടിക്കും മാനിപ്പുലേറ്റഡ് ആണെന്ന്. എങ്ങനെ ഈ മാനിപ്പുലേറ്റഡ് ആണ് കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഇസ് ത്രൂ എക്സ്പീരിയൻസ്. ബട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. നമ്മൾ എന്നിട്ട് പറയാം സസ്പെൻസ് അക്കൗണ്ട് തുറക്കാം. എത്ര സസ്പെൻസ് അക്കൗണ്ട് തുടങ്ങിയാലും നമ്മൾ എററൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം അത് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഓൺലി ത്രൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബൽ ഹാർമണൈസേഷൻ, ഈവൻ സി നൗ, ഇപ്പൊ വേണമെങ്കിൽ നമുക്കത് അന്തസ്സായിട്ട് പറയാം, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, നമ്മുടെ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ലോകമൊട്ടാകെ ഫോളോ ചെയ്യുന്നത്. 144 രാജ്യങ്ങളോ ഏതാണ്ട് അറൌണ്ട് 144 കൺട്രീസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സാധനം ഇന്ത്യയുടെ സ്വന്തം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഇറ്റ് വാസ് therefore global business expansion and attracting more international reserves or capital and benchmarking and auditing, where എല്ലാ കമ്പനീസിനും ഓഡിറ്റർ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവർ ഫോളോ ചെയ്ത് വരിക്കുന്ന അത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. ദാറ്റ് ഈസ് ഈസിലി ദേ ക്യാൻ, ഓരോരുത്തർ ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ പ്രശ്നം. അപ്പൊ പെട്ടെന്ന് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ദാറ്റ് ഇസ്
ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ കൺട്രോൾ ഒക്കെ വരുമ്പോൾ വളരെ ഈസിയാണ് ആസ് ഫാർ ആസ് ആൻ ഓഡിറ്റർ ഇസ് കൺസേൺഡ്. ഇത് അവർക്ക് പോലും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്കായിട്ട് മാറുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്.